ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വരവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 167 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാനൊന്നു മല്ലി മണ്ണിലെന്റെ പ്രിയരെ, ഇന്നലെ ഞാനൊന്നു മല്ലി മണ്ണിലെന്റെ പ്രിയരെ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കോളവും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ശിംശോൻ 300 കുറുക്കന്മാർ മുഖേന ഫിലിസ്തീനരുടെ കൃഷിഭൂമി, അവരുടെ വിളവുകൾ തീ വെച്ച് നശിപ്പിച്ചു. ജനമിളകി ശിംശോനെ ലഭിച്ചില്ല. അവർ കൂട്ടമായിട്ട് ഇസ്രായേലിന്റെ നേരെ വന്ന് പറഞ്ഞു, ഞങ്ങൾ പ്രതികാരം ചെയ്യും, അവനെ പിടിച്ചു കെട്ടി തരണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം അവൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. അവനിപ്പോൾ ഏതാം പർവ്വതത്തിലെ ഗുഹയ്ക്ക് ഉള്ളിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും ഭയമെന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ല. എനിക്ക് ഭയമില്ല എന്ന് ആർക്കും പറയാൻ പറ്റിയ, എല്ലാവർക്കും ഭയമുണ്ട്. ഇസ്രായേൽ 3000 പേര് ചെന്ന് പറഞ്ഞു, നിന്നെ പിടിച്ചു കെട്ടി അവരെ ഏൽപ്പിച്ചില്ലെങ്കിൽ അവര് ഞങ്ങൾക്കെതിരെ യുദ്ധം വരും, ഞങ്ങളുടെ ഒത്തിരി ആളുകൾ മരിച്ചു പോകും, ഞങ്ങൾ എന്ത് ചെയ്യണം? വല്ലാത്തൊരു സാഹചര്യം കടന്നു വന്നു. 2 പുതിയ കയറുകൊണ്ട് ശിംശോനെ കെട്ടി. ശിംശോൻ അറിയാം, എന്നെ കയറല്ല, അതിനപ്പുറം എന്തെങ്കിലും ബന്ധിച്ചാൽ തന്നെ പ്രതികൂല സാഹചര്യത്തിൽ എൻ്റെ മേൽ ആത്മാവ് വരും. ആ പ്രതികൂലങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ശിംശോന് നന്നായിട്ടറിയാം. ഇതിൽ നിന്നൊരു ചെറിയൊരു ആലോചന പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മളിൽ പരിശുദ്ധാത്മാ വ്യാപരിക്കുന്നു എന്ന് മറന്നുപോകല്ലേ. നമ്മുടെ സങ്കടങ്ങളോ, നമ്മുടെ വേദനകളോ, നമ്മുടെ പ്രതികൂലങ്ങളോ, നമ്മുടെ ബന്ധനങ്ങളോ, നമ്മുടെ എന്തു പ്രശ്നമായിരുന്നാലും ദൈവത്തിനു മാറ്റാൻ കഴിയുമെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുക. അങ്ങനെ അവനെ ലേഹിയിൽ എത്തിച്ചു. കെട്ടപ്പെട്ടവനായിട്ടാണ് എത്തിച്ചിരിക്കുന്നത്. അവരെല്ലാം ആർത്തു വിളിച്ചു, ഇപ്പം ശിംശോനെ കൊല്ലണം എന്ന് ആർത്തു വിളിച്ചു. നമുക്ക് ദൈവം ഒരു ആയുസ് തന്നിട്ടുണ്ട്. ആയുസിന് ഇപ്പുറത്ത് വെച്ച് നമ്മെ ആർക്കും കൊല്ലുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന് നമ്മളെ പറ്റി ഉദ്ദേശമുണ്ട്. ആ ദിവസം വരെയും ദൈവം നമ്മളെ പരിപാലിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. യഹോവയുടെ ആത്മാവ് ശിംശോനിൽ വന്നു. അവനെ കെട്ടിയ കയറെ തീ കൊണ്ട് കരിഞ്ഞുപോയ ചണനൂൽ പോലെയായി. പെട്ടെന്ന് അത് ചണനൂല് പോലെ തീ കൊണ്ട് വെന്ത് ചാരമായി തീർന്നു. ഉടനെ അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. അവൻ കഴുതയുടെ ഒരു പച്ച താടിയല്ല് കണ്ടു. എന്തോ വലിപ്പമുണ്ട് പച്ച താടിയല്ല്, ഒന്നുമില്ല. കുന്നൊന്ന്, കുന്ന് 2, 1000 പേരെ അവൻ കൊന്നു. ശരിയാ, അവൻ ജയിച്ചെങ്കിലും അവിടെ അവനൊരു പരാജയം ദൈവത്തിനു മുമ്പിൽ കടന്നു വന്നു. തീർച്ചയായിട്ടും അവൻ ജയിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അവൻ നിയമം തെറ്റിച്ചു. അശുദ്ധമായതിനെ തൊടരുതെന്ന് പറഞ്ഞത്
ഈ പച്ച താടിയല്ലേ അശുദ്ധമാണ്. ന്യായാധിപന്മാർ 15:16 ആ പച്ച താടിയല്ലുകൊണ്ട് 1000 പേരെ കൊന്നു. എന്നാൽ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു നാസീർ ശവത്തിന്റെ അടുക്കൽ പോലും പോകരുത്. ഇതാ അടുത്ത പാപം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകലാനായിട്ട് തുടങ്ങി. നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നും അകലാനായിട്ട് തുടങ്ങി. പക്ഷെ അവൻ അറിയുന്നില്ല. ഇനിയും നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും അല്ലെങ്കിൽ ചില മീറ്റിങ്ങിലൊക്കെ ശിംശോൻ ചെയ്ത ഈ വീര്യകൃത്യത്തെ ഘോഷിക്കുന്ന ആളുകളും അതുകൊണ്ട് ജയത്തിന് വലിയ ആയുധങ്ങൾ വേണ്ട, ശിംശോന്റെ കയ്യിൽ ആ പച്ച താടിയെല്ലുകൊണ്ട് കുന്ന് വീഴ്ത്താൻ കഴിയുള്ള ദൈവമാണെന്നും പറഞ്ഞ് ജനത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ജനങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇവിടെ ശിംശോൻ ദൈവകൽപ്പന ലംഘിക്കുകയായിരുന്നു ചെയ്തത്. അടുത്ത ചോദ്യം ചോദിക്കാം. ദൈവകൽപ്പന ലംഘിച്ചെങ്കിലും ശിംശോൻ എന്തുകൊണ്ട് ജയിച്ചു? അവിടെ ജയം എന്നൊരു നിയമം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ശിംശോൻ അവിടെ പരാജയപ്പെടാൻ പാടില്ല, ജനത്തിനു മുമ്പിൽ പരാജയപ്പെടാൻ പാടില്ല എന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ടും ഇനിയും ശിംശോൻ ചില വർഷങ്ങളുടെ ന്യായാധിപനായിട്ട് ഇസ്രായേലിനെ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നത് കൊണ്ടും അവിടെ ഒരു ജയം കൊടുത്തെന്നോ മാത്രമേ ഉള്ളൂ. മോശയെ പോലെ ഭൂതലത്തൊരു പുരുഷനുമില്ലെന്നാ പറയുന്നത്. എന്നാൽ മോശയോട് ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. പക്ഷെ തൻ്റെ പരിചയത്തിൽ അടിക്കുക എന്നൊരു കാര്യം തന്നിലുണ്ട്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം, പാറയെ ഒന്നടിച്ചു വെള്ളം വന്നില്ല, രണ്ടാമതടിച്ചു വെള്ളം വന്നു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞത് നീ പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്, പാറ അടിക്കാൻ പറഞ്ഞില്ല. പക്ഷെ വെള്ളം വന്നതോ, ജനങ്ങൾ അവിടെ വെള്ളമില്ലാതെ മരിക്കത്തക്ക അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. വേറൊരു വഴി ജനത്തിനില്ല. ദൈവം നോക്കിയത് ജനത്തിന്റെ ദാഹമാ ദൈവം കണ്ടത്. ദൈവം ഓരോരോ കാര്യങ്ങളെ ചെയ്യുമ്പോഴേ ജനത്തിന്റെ അവസ്ഥയും കൂടെ നോക്കും. അവിടെ മോശ അടിച്ചത് തെറ്റായെന്ന് പിന്നീട് അത് പ്രസ്താവിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ഓർത്തുകൊള്ളുക. ചിലപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, ജനങ്ങൾ രോഗികൾ സൗഖ്യമായിരിക്കാം. അതൊക്കെ ശരിയാണെങ്കിലും ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമായിരിക്കണം ശുശ്രൂഷകന്മാരായിരുന്നാലും ആരായിരുന്നാലും ശുശ്രൂഷ ചെയ്യണം. വ്യവസ്ഥ വിട്ട് ചെയ്യരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കും. തുടർന്നും ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ദൈവത്തിനും മഹത്വം.